ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ 57ാമത് ബിരുദദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഇന്ത്യ ഇസ്രായേൽ ബന്ധം സവിശേഷ തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ഇസ്രായേലും. ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 ഗ്രൂപ്പ് 1-ൽ ഇന്ത്യ സിംബാബ്വെ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ 57ാമത് ബിരുദദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. IIMC-യിലെ പുതിയ അക്കാദമിക് ഹോസ്റ്റൽ ബ്ലോക്കുകളുടെ തറക്കല്ലിടലും ഇതോടൊപ്പം നടക്കും. ഭൗമ ഭൗതിക പര്യവേക്ഷണം, സംസ്കാരം, മത്സ്യബന്ധനം, UPI, വിദ്യാഭ്യാസം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ഇസ്രായേലും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായും തമ്മിൽ നടന്ന പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് ധാരണാപത്രങ്ങൾ കൈമാറിയത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം സവിശേഷ തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞു. हमारे संबंध गहरे विश्वास, साझा लोकतांत्रिक मूल्यों और मानवीय संवेदनाओं की मजबूत आधारशिला पर आधारित है. आज हमने अपनी टाइम टेस्टेड साझेदारी को स्पेशल स्ट्रेटेजिक पार्टनरशिप का दर्जा देने का ऐतिहासिक निर्णय लिया है. ഇന്ത്യയും ഇസ്രായേലും നൂതനാശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യൻ വംശജരായ ജൂത സമൂഹവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു. ഇന്ത്യ ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ആദ്യ റൌണ്ട് ചർച്ചകൾ ന്യൂഡൽഹിയിൽ വിജയകരമായി പൂർത്തിയായി. 4 ദിവസത്തെ ചർച്ചയ്ക്കാണ് സമാപനമായത്. ചരക്ക് സേവനം, വ്യാപാരത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, ബൌദ്ധിക സ്വത്തവകാശം, ഡിജിറ്റൽ വ്യാപാരം ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്തു. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാണി നാളെ മുംബൈയിലെത്തും. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം പ്രതിനിധിതല ചർച്ചകൾ നടത്തും. ഇന്ത്യ കാനഡ CEO ഫോറത്തിലും ഇരു നേതാക്കളും പങ്കെടുക്കും. റെയിൽ ഗതാഗത രംഗത്ത് നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്റ്റാർട്ടപ്പുകൾ, ഗവേഷകർ, വ്യവസായ സംരംഭങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവരുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഈ വർഷം 52 ആഴ്ചയ്ക്കുള്ളിൽ 52 പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായി 2 സുപ്രധാന പദ്ധതികൾ ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽ ടെക് പോളിസി, റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണൽ എന്നിവയാണ് പുതുതായി പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ. റെയിൽവേയുടെ പ്രവർത്തനങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യ വൻതോതിൽ ഉപയോഗപ്പെടുത്തുകയാണ് റെയിൽ ടെക് പോളിസിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. रेल टेक पॉलिसी बेसिकली रेलवे में टेक्नोलॉजी का मैसिव यूज हो और रेलवे में टेक्नोलॉजी इजीली आ सके. स्पेशली हमारे जो स्टार्टअप्स हैं, दे शुड बी एबल टू कनेक्ट विद रेलवेज in a very systematic way, very meaningful way. People who are doing research, they should also be able to connect with railways. രാജ്യത്തെ അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ ഗൂഗിൾ മാപ്പിൽ പ്രദർശിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള കരാറിൽ ഒപ്പുവെച്ച് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയും ഗൂഗിളും. പൊതുജനങ്ങൾക്ക് ആധാർ സേവനങ്ങൾ കൂടുതൽ സുഗമവും വേഗത്തിലുമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര IT മന്ത്രാലയം അറിയിച്ചു. NCERT 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശത്തെ തുടർന്ന് പുസ്തകം നിരോധിച്ച് സുപ്രീം കോടതി. പുസ്തകങ്ങളുടെ മുഴുവൻ കോപ്പികളും പിടിച്ചെടുക്കാനും പരമോന്നത കോടതി നിർദ്ദേശം നൽകി. ഓൺലൈൻ പതിപ്പിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. NCERT ഡയറക്ടർ, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി എന്നിവർക്ക് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരള 2 സ്റ്റോറി സിനിമയുടെ റിലീസ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച പുനഃപരിശോധന നടത്താൻ സെൻസർ ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടു. നാളെയാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരുന്നത്. ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി. OP പ്രവർത്തനം തടസ്സമില്ലാതെ തുടരാൻ മറ്റ് ഡോക്ടർമാരെ നിയമിക്കുന്നതായും പണിമുടക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തുന്നതായും സർക്കാർ കോടതിയെ അറിയിച്ചു. LDF സർക്കാർ ജനങ്ങൾക്ക് നൽകിയ 600 വാഗ്ദാനങ്ങളിൽ 580 എണ്ണവും പാലിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനതല പട്ടയമേളയുടെ ഔപചാരിക ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം കണ്ട മഹാമാരികളെ ചെറുത്ത് തോൽപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു. 280 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആക്കുളം ചേറ്റുവ ജലപാതയുടെ ആദ്യഘട്ടം വർക്കലയിലെ ചിലക്കൂർ ബീച്ച് പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചിലക്കൂർ ടൂറിസം പദ്ധതിയും പശ്ചിമതീര കനാൽ നവീകരണ പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കിയ മറ്റ് വികസന സംരംഭങ്ങളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വനസംരക്ഷണത്തിന് നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുന്ന ഫോർസൈറ്റ് സംവിധാനത്തിന് സംസ്ഥാന വനംവകുപ്പ് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ ഫോർസൈറ്റ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഫോറസ്റ്റ് സാറ്റലൈറ്റ് ഇമേജറി ആൻഡ് ജോഗ്രഫിക് ഹോട്ട്സ്പോട്ട് ട്രാക്കിംഗ് എന്നതാണ് ഈ ഫോർസൈറ്റ് സംവിധാനം. കാട്ടുതീ ഉണ്ടാകാൻ ഇടയുള്ള സ്ഥലങ്ങൾ ഇതിലൂടെ മുൻകൂട്ടി കണ്ടെത്തി നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെയാകും ഫോർസൈറ്റ് ഇത് സാധ്യമാക്കുക. മുന്നറിയിപ്പ് നൽകാനും ഇതിലൂടെ കഴിയും. അനധികൃത കയ്യേറ്റം കണ്ടെത്തുക, വനത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കുക എന്നിവയ്ക്കും വനംവകുപ്പ് പുറത്തിറക്കിയ ഈ ഫോർസൈറ്റ് സംവിധാനം വഴിയൊരുക്കും. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. KSRTCക്ക് പെൻഷൻ വിതരണത്തിനായി സർക്കാർ 73.50 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. നടപ്പ് ബജറ്റിൽ കോർപ്പറേഷനായി നീക്കിവച്ചത് 900 കോടി രൂപയാണ്. പെൻഷൻ വിതരണത്തിന് 879 കോടി രൂപ ഉൾപ്പെടെ ഈ വർഷം 1399 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി ഇതുവരെ കൈമാറിയതെന്നും മന്ത്രി പറഞ്ഞു. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 ഗ്രൂപ്പ് 1-ൽ ഇന്ത്യ സിംബാബ്വെ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ സിംബാബ്വെ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 19 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 241 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ദക്ഷിണാഫ്രിക്ക 9 വിക്കറ്റിന് ജയിച്ചു. ഇന്ത്യയുടെ ആകെ സ്ഥാപിത വൈദ്യുതി ശേഷി 520 ജിഗാവാട്ട് പിന്നിട്ടതായും ഇതിൽ പകുതിയിലധികവും ഫോസിൽ ഇതര ഇന്ധന സ്രോതസ്സുകളിൽ നിന്നാണെന്നും കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് നായിക്. ന്യൂഡൽഹിയിൽ ഫിക്കി സംഘടിപ്പിച്ച ഇന്ത്യ എനർജി ട്രാൻസിഷൻ സമ്മിറ്റ് 2026-ൽ വെർച്വലായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ രാജ്യത്തെ സൗരോർജ്ജ ശേഷി 3 ഇരട്ടിയിലധികം വർദ്ധിച്ചതായി മന്ത്രി പറഞ്ഞു. രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾക്ക് ബയോമെഡിക്കൽ ഗവേഷണ രംഗത്ത് ഭാവി ഇന്നൊവേഷൻ ഹബ്ബുകളായി മാറാൻ ശേഷിയുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ന്യൂഡൽഹിയിൽ മെഡിക്കൽ കോളേജ് റിസർച്ച് കണക്ട് 2026 എന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരമുള്ള ഗവേഷണ അവസരങ്ങൾ നൽകാൻ ഈ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി MP. വയനാട് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MP. താമരശ്ശേരി ചുരം വീതി കൂട്ടൽ, രാത്രി യാത്രാ നിരോധനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. ജമ്മുകശ്മീരിലെ ചരിത്ര പ്രസിദ്ധമായ മുഗൾ റോഡ് നാളെ മുതൽ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. ഷോപ്പിയാൻ മുതൽ പീർ കി ഗലി വരെയുള്ള 40 കിലോമീറ്റർ ഭാഗമാണ് തുറക്കുന്നത്. ഇതോടെ കശ്മീർ താഴ്വരയും അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവയും തമ്മിലുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ ഗതാഗതം അനുവദിക്കൂ എന്ന് ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ച് താലിബാൻ. ഇതിന് സൈനികമായി മറുപടി നൽകുമെന്ന് താലിബാൻ മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ 57ാമത് ബിരുദദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഇന്ത്യ ഇസ്രായേൽ ബന്ധം സവിശേഷ തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ഇസ്രായേലും. ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 ഗ്രൂപ്പ് 1-ൽ ഇന്ത്യ സിംബാബ്വെ മത്സരം പുരോഗമിക്കുന്നു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.